വളരെ വലിയൊരു ശതമാനം സ്ത്രീകൾ ഇന്നും അടുക്കളയിൽ ക്രൂശിക്കപ്പെടുന്നു. അത് തന്നെയാണ് പല രീതിയിലുള്ള ആത്മഹത്യകളിലേക്ക് വഴിതെളിയിക്കുന്നത്. വീട്ടുജോലിക്കാണ് അല്ലെങ്കിൽ ഹോം മേക്കർ എന്ന നിലയിൽ മാത്രമാണ് സ്ത്രീ എന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ മാറ്റം വന്നിട്ടില്ലേ? നിങ്ങൾക്ക് പറ്റുമോ വിവാഹം കഴിഞ്ഞിട്ട് വേറൊരു വീട്ടിൽ ചെന്ന് നിങ്ങൾക്ക് 2 ദിവസത്തിൽ കൂടുതൽ നിൽക്കാൻ പറ്റുമോ? നേരത്തെയൊക്കെ പറയുന്നത് ഷീ ഈസ് പ്രഗ്നന്റ് ആണ്, ഇപ്പൊ അത് മാറി വി ആർ പ്രഗ്നന്റ് എന്ന് പറയുന്ന ഒരു കാലം മാറി. ഇപ്പോ ഡെലിവറി വരെ ഷൂട്ട് ചെയ്യുന്ന ഒരു കാലത്തിലേക്കാണ് ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സ്ത്രീ സമ്പൂർണയാണ് എന്ന് പറയുന്നത് എല്ലാം അവളിൽ ഉൾക്കൊള്ളുന്നു, എല്ലാം അവൾക്ക് ഹാൻഡിൽ ചെയ്യാനും പറ്റുന്നു എന്നുള്ളത്. ഗായത്രി, ഇപ്പോഴത്തെ കാലത്ത് നമ്മളെല്ലാം ജീവിക്കുന്നത് 21ാം നൂറ്റാണ്ടിലാണ്. ഇപ്പോഴും സ്ത്രീകൾ വീട്ടിനകത്ത് തളച്ചിടപ്പെടുന്നു എന്നൊരു ആരോപണം പല കോണിൽ നിന്ന് ഉയർന്നു വരുന്നു. പക്ഷെ മറ്റൊരു ഘട്ടത്തിൽ ഇത് ഇപ്പോൾ എന്താണ്, മെയിലായാലും ഫീമെയിലായാലും ഭാര്യയായാലും ഭർത്താവായാലും ഒരേപോലെ ജീവിതത്തിന്റെ പ്രാരാബ്ദങ്ങൾ ഒരുപോലെ. ഇപ്പോൾ നേരത്തെയൊക്കെ പറയുന്നത് ഷീ ഈസ് പ്രഗ്നന്റ് ആണ്, ഇപ്പൊ അത് മാറി വി ആർ പ്രഗ്നന്റ് എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലെത്തി. പക്ഷെ അതിൽ എത്ര ശതമാനത്തോളം ആൾക്കാർ ആ ഒരു പുരോഗമനത്തിലേക്ക് എത്തി? ബാക്കിയുള്ളവർ ഇപ്പോഴും പഴയ എവിടെ നിൽക്കുന്നു അവിടെ തന്നെ തളച്ചിടുന്നൊരു സ്ഥിതിയല്ലേ ഉള്ളത്? തീർച്ചയായിട്ടും. കാരണം നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോ ഒത്തിരി സ്ത്രീകള് പറയുമ്പോ പുരോഗമനമായിട്ട് പലരും സംസാരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും സിറ്റുവേഷൻസ് അങ്ങനെ അല്ല. ആക്ച്വലി ഇപ്പൊ വി ആർ പ്രഗ്നന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഈ കുഞ്ഞിനെ പരിപൂർണമായിട്ട് നോക്കേണ്ട ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അമ്മയുടെയാണ്, അല്ലേ? അപ്പോ ഇപ്പോ ഡെലിവറി ടൈം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആ പ്രഗ്നൻസിയിൽ ഇപ്പോ ഫോട്ടോഷൂട്ടുകളും മെറ്റേണിറ്റി ഷൂട്ടും അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ആഘോഷകരമാക്കുന്നുണ്ട്, വേണ്ട എന്ന് പറയുന്നില്ല. പക്ഷെ പണ്ടത്തെ കാലങ്ങളിലും ഇതൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ട് തിരിച്ചറിയുന്നില്ല? ഇപ്പോ സീമന്തം എന്ന് പറയുന്ന ഒരു ചടങ്ങ് പണ്ടും ഉണ്ടായിരുന്നു. ഇപ്പോ അതായത് ഈ തമിഴ്നാട് പോലെ ഉള്ള കൾച്ചറിലൊക്കെ നമുക്ക് സീമന്തം ഉണ്ടായിട്ടുണ്ട്, ശരിയല്ലേ? 7ാം മാസത്തിലും 9ാം മാസത്തിലും 5ാം മാസത്തിലും ഒക്കെ ഉണ്ട്. അതിന്റെ വേറൊരു വേർഷൻ നമുക്കും ഉണ്ട്. 5ാം മാസത്തിൽ നമ്മുടെ വീട്ടിൽ നിന്ന് വരുന്നതും, അതേപോലെ 7ാം മാസത്തില് 7 കൂട്ടം പലഹാരങ്ങളായിട്ട് വരുന്നതും, വയറ് കാണൽ ചടങ്ങും, ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ അത് ഒരു പാർട്ട് ഓഫ് സെലിബ്രേഷൻ ആയിരുന്നു. നമ്മുടെ റിലേറ്റീവ്സ് വരുന്നു, നമുക്ക് പലഹാരങ്ങൾ കൊണ്ടുവന്ന് തരുന്നു, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാം സെലിബ്രേഷൻ ആണ്, ശരിയല്ലേ? അപ്പൊ റീൽസ് ചിത്രീകരണത്തിനും ഇതിനൊക്കെ ആയിട്ട് നമ്മൾ ആ ഒരു മെമ്മറീസ് ഒക്കെ നമ്മൾ സൂക്ഷിച്ചു വെക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ്. നമ്മുടെ എന്താ പറയാ, വളരെ ആഘോഷകരമാക്കുന്നു. അതേപോലെ പണ്ട് കാലങ്ങളിൽ പറഞ്ഞിരുന്നു ജനിച്ച കുഞ്ഞുങ്ങളുടെ ഫോട്ടോസ് എടുക്കാൻ പാടില്ല എന്നുള്ളത്. കാലം മാറി. ഇപ്പോ ഡെലിവറി വരെ ഷൂട്ട് ചെയ്യുന്ന ഒരു കാലത്തിലേക്കാണ് ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മാക്സിമം സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും തന്നെ ആ ഡെലിവറി ചിത്രീകരണം ചെയ്യുന്നുണ്ട്. അപ്പോ കാലം മാറുന്നതനുസരിച്ചിട്ട് നമ്മൾ മാറുന്നു എന്നുള്ളത് തന്നെയാണ് സംഭവിക്കുന്നത്. സ്ത്രീകളുടെ മാത്രം ഒരു ഉത്തരവാദിത്തത്തിലേക്കല്ല ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ജീവിതത്തിൽ ഒതുങ്ങിക്കൂടേണ്ടത്, പുരുഷന്റെയും കൂടി ഒരു ഉത്തരവാദിത്തമാണ്. വീടുകളിലെ സാഹചര്യങ്ങളിലേക്ക് വരുമ്പോൾ ഇപ്പോഴും വീടുകളിൽ ഒരു വീട്ടുജോലിക്കാണ് അല്ലെങ്കിൽ ഹോം മേക്കർ എന്ന നിലയിൽ മാത്രമാണ് സ്ത്രീ എന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ മാറ്റം വന്നിട്ടില്ലേ? മാറ്റം വന്നിട്ടില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രത്തോളം മാറ്റം വന്നു? ഒരു പെർസെന്റേജ് കണക്ക് പറയുകയാണെങ്കിൽ എന്റെ അഭിപ്രായത്തിൽ ഇല്ല എന്ന് തന്നെയാണ്. കാരണം വളരെ ചുരുക്കം ചില ഫാമിലിയിൽ കുട്ടികളെ കല്യാണം കഴിച്ച് അയക്കുമ്പോൾ അവര് ചിലപ്പോൾ നമ്മുടെ നാട്ടിലായിരിക്കില്ല. ഇപ്പൊ എല്ലാവരും വിദേശത്തേക്ക് പോകുന്ന ഒരു കൾച്ചറിലേക്ക് വന്നു. അതേപോലെ ബാംഗ്ലൂർ പോലുള്ള സ്ഥലങ്ങളിലേക്ക് IT പഠിച്ചിറങ്ങിയ കുട്ടികളൊക്കെ അവിടെ ആയിരിക്കും. അപ്പൊ ഹസ്ബൻഡും വൈഫും അവിടെ ജീവിക്കുന്നവരുണ്ടാവും. അങ്ങനെയുള്ള ജീവിത സാഹചര്യങ്ങളിൽ അവർ സ്വന്തമായിട്ട് കുക്ക് ചെയ്യുന്നു, പ്രിപ്പയർ ചെയ്യുന്നു. ഇനി 2 പേരും വർക്കിംഗ് ആണെങ്കിൽ സ്വിഗ്ഗി സൊമാറ്റോ പോലുള്ള കാര്യങ്ങൾ അവർ ആശ്രയിക്കുന്നു. കാരണം നമുക്ക് ഏൺ ചെയ്യുമ്പോൾ ഇപ്പോഴുള്ള എല്ലാ കുട്ടികളും വളരെയധികം എഡ്യൂക്കേറ്റഡ് ആണ്. ആർക്കും ഇപ്പൊ വീട്ടില് വന്ന് കുക്ക് ചെയ്ത് ഇത്രയും ജോലിഭാരം, ഓഫീസിലും നമ്മൾ അത്രയും പ്രഷറിൽ വർക്ക് ചെയ്തിട്ട് വീട്ടിൽ വന്ന് കുക്ക് ചെയ്ത് കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചുരുക്കം ചിലർ മാത്രമാണ് ചെയ്യുന്നത്. അതുകൊണ്ടിട്ട് തന്നെയാണ് ഇപ്പൊ ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കുകൾ നമ്മളിപ്പോ എറണാകുളത്ത് നോക്കുകയാണെങ്കിൽ ഈ അറ്റം മുതൽ ആ അറ്റം വരെ പല പല പേരുകളിൽ പല പല രീതിയിലുള്ള ഹോസ്പിറ്റലുകളായി തുടങ്ങിയിരിക്കുന്നു എന്നല്ല, അത്രയേറെ പേഷ്യൻസ് ഹോസ്പിറ്റലുകളിലേക്ക് ചെല്ലുന്നു. PCOD തൊട്ട് എല്ലാ പ്രശ്നങ്ങളും നമുക്ക് അവിടെ സ്റ്റാർട്ട് ആകുന്നു. എന്തുകൊണ്ടിട്ടാണിത്? നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറിയിരിക്കുന്നു, അതുകൊണ്ടിട്ട് തന്നെയാണ്. പക്ഷെ എന്നാൽ പോലും വളരെ വലിയൊരു ശതമാനം സ്ത്രീകൾ ഇന്നും അടുക്കളയിൽ ക്രൂശിക്കപ്പെടുന്നു. അത് തന്നെയാണ് പല രീതിയിലുള്ള ആത്മഹത്യകളിലേക്ക് വഴിതെളിയിക്കുന്നത്. ഇപ്പൊ എത്ര സ്ത്രീകളാണ് കല്യാണം കഴിഞ്ഞ് പോയി അവിടെ ചെന്ന് കഴിയുമ്പോൾ ഭർത്തൃ പീഡനങ്ങൾ കൊണ്ടിട്ടും വാർത്തകളിലൊക്കെ കേൾക്കുന്നത് ഉത്ര, അതേപോലെ തന്നെ ഒരുപാട് ഉത്ര ഉണ്ട്, അതേപോലെ പലതരത്തിലുള്ള വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷെ ഈ ഹോം മേക്കർ എന്ന് പറയുന്നത് ഇപ്പൊ പലരും സോഷ്യൽ മീഡിയയിലായാലും മറ്റു സാഹചര്യങ്ങൾ എന്നോടത്തൊക്കെ പല അടുത്ത സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുണ്ട്, ഹോം മേക്കർ എന്ന് പറയുന്നത് ശമ്പളമില്ലാത്തൊരു ജോലിയാണ് എന്ന് വീടിനകത്ത്. അങ്ങനെ
ചിന്തിക്കുന്നുണ്ട്. ഒരു കുടുംബത്തിന്റെ ഒരു ജവഹർലാൽ നെഹ്റു പറഞ്ഞിട്ടുണ്ട്, ഒരു ലേഡിയെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നതാണ് ഒരു കുടുംബത്തെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നത്. ആ കുടുംബത്തെ എഡ്യൂക്കേറ്റ് ചെയ്യുമ്പോഴാണ് എന്താണ് ഒരു സമൂഹം ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു ലേഡി എന്ന് പറയുന്നത് ആ ഒരു കുടുംബത്തിന്റെ നട്ടലല്ലേ, അതിന്റെ ഒരു ആ ഫാമിലിയുടെ ഹാർമണി അല്ലെങ്കിൽ ഒരു ആർദ്രത, മക്കളുടെ വിദ്യാഭ്യാസം, ഇതെല്ലാം തന്നെ കൊണ്ടുപോകുന്നതിൽ പ്രൈം ആയിട്ടുള്ള ഒരു തീരുമാനം അല്ലെങ്കിൽ പ്രൈം കൺസേൺ കൊടുക്കുന്ന ഒരു വ്യക്തി, ഒരു കുടുംബം 4 പേരടങ്ങുന്ന ഒരു കുടുംബത്തിൽ പ്രധാനമായിട്ടും സ്ത്രീ വഹിക്കുന്ന റോള് വലുതാണ്. അപ്പോൾ ഇത്തരത്തിൽ ശമ്പളമില്ലാത്തൊരു ജോലിയാണ് ഹോം മേക്കർ എന്ന് പറയുന്ന ഒരു സ്ഥിരം പ്രോവർബ്. അത് പല ഘട്ടങ്ങൾ കേട്ടിട്ടുണ്ട്. അതിൽ വസ്തുത ഉണ്ടോ? വസ്തുതയുണ്ടോന്ന് വെച്ചാൽ വസ്തുതയുണ്ട്. ഇപ്പൊ എന്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ആ ഒരു സിറ്റുവേഷൻ റിയൽ ലൈഫിൽ ഫേസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടിട്ട് എനിക്കത് എത്രത്തോളം ഭീകരമാണെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്, സ്ത്രീയാണ് ഒരു കുടുംബത്തിന്റെ എല്ലാം എന്നുള്ളത്. തീർച്ചയായിട്ടും അല്ലെ? സ്ത്രീയുടെ മാനസികാവസ്ഥ തെറ്റിയാൽ ആ കുടുംബത്തിന്റെ അവസ്ഥ എന്താ? തീർച്ചയായിട്ടും അത് കലഹങ്ങളിലേക്ക് നയിക്കും. കലഹങ്ങൾ മാത്രമല്ല, അതിലും വലുതെന്തുണ്ടോ അതിലേക്ക് നയിക്കും എന്നുള്ളതാണ്. നമ്മുടെ ചുറ്റുപാടുകൾ മാറുന്നതനുസരിച്ച് ഇപ്പൊ എല്ലാം മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പൊ ഞാൻ പഠിച്ചിറങ്ങുന്ന സമയം തൊട്ടിട്ട് നമ്മൾ ജോലിക്ക് പോകുന്നു, അതും വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മുടെ വർക്ക് പ്ലേസ് എന്ന് പറയുന്നത്. അങ്ങനെയാണ്. ഇപ്പോഴാണ് ഒരു ആങ്കറിങ് എന്നുള്ള ഒരു രീതിയിലേക്ക് സമാധാനപരമായിട്ടുള്ള മാറിയിരിക്കുന്നത്. പക്ഷെ ഇപ്പോഴും നമുക്ക് റിലാക്സ് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റുന്ന അവസ്ഥകളാണോ? അല്ല. നമ്മളെല്ലാവരും പ്രഷറിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ഈ ഒരു സിറ്റുവേഷൻ മാറ്റി നിർത്തൂ. ഇതിനു മുന്നേ നമ്മുടെ വർക്ക് കൾച്ചർ എങ്ങനെയായിരുന്നു? അതായത് പഠിച്ചിറങ്ങിയ സമയത്ത് തൊട്ട് നമ്മൾ പല രീതിയിലുള്ള മാർക്കറ്റിംഗ് ജോബ്സ് ചെയ്യുന്നു. ഇപ്പൊ ആ സമയത്ത് നമ്മൾ വർക്ക് ചെയ്ത് ശീലിച്ചു, അല്ലെ? നമ്മൾ കയ്യിൽ സാലറി വാങ്ങിച്ച് ശീലിച്ചു. നമ്മള് ഇപ്പോ എക്കണോമിക്കലി നമ്മൾ കുറച്ച് നല്ല രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതേപോലെ നമ്മൾ അത്യാവശ്യം ഫീൽഡ് വർക്കുകളും അങ്ങനെ ഫുൾ എൻഗേജ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു പേഴ്സണെ നമ്മൾ കല്യാണം കഴിച്ച് കൊണ്ടുചെന്ന് അവിടെ ഒരു വീടിന്റെ ഉള്ളിൽ അടച്ചിടുകയാണെന്ന് വിചാരിക്കുന്നു. കുറെ നാളത്തേക്ക് നമ്മളൊന്ന് മൈൻഡ് സെറ്റ് ബാലൻസ് ചെയ്യാൻ തന്നെ കുറെ സമയം എടുക്കും. അവിടെ ഒരു സ്വാഭാവികമായിട്ട് എന്റെ ചോദ്യമല്ല, ഇത് കേൾക്കുമ്പോൾ ഉയരുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഞാൻ ആ ചോദ്യം ചോദിക്കില്ല, എന്നാലും സ്വാഭാവികമായിട്ടൊരു പ്രേക്ഷകൻ എന്ന നിലയിലുള്ള ചോദ്യം വരുന്നത്, ഇത്തരത്തിൽ കുടുംബത്തിന്റെ അല്ലെങ്കിൽ ഫാമിലി സ്ട്രക്ചറിനകത്തേക്ക് വരുമെന്നുള്ളൊരു സാഹചര്യം അറിഞ്ഞുകൊണ്ടല്ലേ എല്ലാ പെൺകുട്ടികളും അല്ലെങ്കിൽ ഒരു പുരുഷനായാലും ഒരു വിവാഹം എന്ന കാര്യത്തിലേക്ക് ചിന്തിക്കുക? അതിന്റെ പല ഡയമെൻഷൻസ് അല്ലെങ്കിൽ മെന്റലി ആൻഡ് ഫിസിക്കലി പ്രിപ്പയർ ആയതിനു ശേഷം മാത്രമല്ലേ ഇതിലേക്ക് വന്ന് ചാടുക അല്ലെങ്കിൽ ഇത് ഉൾക്കൊള്ളുക. അതുകൊണ്ടിട്ട് തന്നെയാണ് സ്ത്രീ സമ്പൂർണയാണ് എന്ന് പറയുന്നത്. എല്ലാം അവളിൽ ഉൾക്കൊള്ളുന്നു, എല്ലാം അവൾക്ക് ഹാൻഡിൽ ചെയ്യാനും പറ്റുന്നു എന്നുള്ളത്. കുറച്ച് സമയം മാത്രം നിങ്ങൾ കൊടുത്താൽ മതി. സ്ത്രീ അത്ര വലിയ ശക്തിയാണ്. ആണുങ്ങൾക്ക്, പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത പല സിറ്റുവേഷനും വളരെ ക്വിക്ക് ടൈം കൊണ്ടിട്ട് അവരെ അഡാപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് പറ്റുമോ വിവാഹം കഴിഞ്ഞിട്ട് വേറൊരു വീട്ടിൽ ചെന്ന് നിങ്ങൾക്ക് 2 ദിവസത്തിൽ കൂടുതൽ നിൽക്കാൻ പറ്റുമോ? ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വിവാഹം കഴിഞ്ഞ ഉടനെ തന്നെ അവള് പോകുന്നത് എങ്ങോട്ടേക്കാണ്? വേറൊരു ലോകത്തേക്കാണ് പോകുന്നത്. അപ്പൊ അത് അവര് ആക്സെപ്റ്റ് ചെയ്യുന്നു, മനസ്സുകൊണ്ട് അംഗീകരിച്ച് ആക്സെപ്റ്റ് ചെയ്ത് വളരെ സന്തോഷവതിയായിട്ട് പുതിയ ജീവിതം ഉൾക്കൊണ്ടുകൊണ്ടിട്ട് തന്നെയാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. പക്ഷെ എത്ര ഉൾക്കൊള്ളാൻ ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് അവിടെയുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ കിട്ടുന്ന ഒരു കുറച്ച് സപ്പോർട്ടുകളുണ്ട്. അത് തീർച്ചയായിട്ടും ഒരു സ്ത്രീക്ക് വേണ്ടേ? അവൾ എത്രത്തോളം ഫിസിക്കലി മെന്റലി അഡാപ്റ്റ് ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും അവളെ ഒരു പ്രകൃതി അവളെ രൂപവൽക്കരിച്ചിരിക്കുന്നത് തന്നെ അങ്ങനെയാണ്. എല്ലാം അഡാപ്റ്റ് ചെയ്യാനും അത്ര വലിയ ഒരു പാക്കായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. പക്ഷെ എന്നാൽ പോലും അവർക്ക് ഒരു പുതിയ സിറ്റുവേഷൻ അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സോഷ്യലി അവിടെ ഉള്ളവരുടെ ഒരു സപ്പോർട്ട് കൂടി വേണ്ടേ?